അവിടെ യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ്. നമ്മൾ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ കുത്തുബിയത്ത്, മൗലൂദ്, ഇപ്പം കഴിഞ്ഞാൽ മൗലൂദ്, റാത്തീബ്, ഞാൻ 19 കൊല്ലം പറഞ്ഞല്ലോ, 19 കൊല്ലം സമസ്തയെ പഠിപ്പിച്ചതാണ്. ആ സമസ്ത കിതാബിൽ 5ലും 6ലും അറബി മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന്. ആ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആ കിതാബിലൊന്നും മരണം ഹാജരായി ചെയ്യേണ്ടതും മരിച്ചാൽ വയറ്റുമ്മൽ ഭാരം വെക്കേണ്ടതും എല്ലാ വിഷയവും പഠിച്ചിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളത്തുടി കൊണ്ട് മൂടി ആ മയ്യത്തിൻ്റെ ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അവിടെ ചുറ്റുഭാഗത്തും ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്ന് അറബി മലയാളത്തിൽ എഴുതാതിരിക്കാൻ സമസ്തയെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? എന്താ വസ്തുത? അതിന് കാരണം അതിന് തെളിവില്ല സുഹൃത്തുക്കളെ, തെളിവില്ല. സമസ്ത ഇവിടെ പഠിപ്പിക്കുന്നതല്ല ദീന്, സമസ്ത അതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഒരിക്കൽ പറയാൻ നിർവാഹമില്ല. 3 കൈക്കലുണ്ട്, 7 കൈക്കലുണ്ട്, 40 കൈക്കലുണ്ട്. എന്താണ് ഈ അറബി മലയാളത്തിൽ എഴുതിയ ഈ പുസ്തകത്തിൽ അത് പഠിപ്പിക്കാത്തത്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതൊന്നും ദീനല്ല എന്ന് അവർക്കറിയാം, അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിൻ്റെ കിതാബ് ഒരാൾ ശരിക്കും പരിശോധിച്ചാൽ, ശരിക്കും ബുദ്ധിയോടെയും പണയം വെക്കാതെ ഷാഫി മദ്ഹബിൻ്റെ കിതാബുകൾ പരിശോധിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ പറയുന്നത് എന്ന കാര്യങ്ങൾ